ഇനി ചെമ്മീൻ റോസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തു, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് 1/2 ടീസ്പൂണും 1 കപ്പോളം ചെറിയുള്ളിയും പിന്നെ 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തു ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ വഴറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പോളം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ടെടുത്തിട്ട് അതൊരു പിങ്ക് കളറായി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ വശത്ത് തക്കാളി നല്ലവണ്ണം തന്നെ ആ സമയം കൊണ്ട് കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ മസാലയ്ക്കൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവശത്ത് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷെഫ് പിള്ള സാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ.